ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു ബൗളും ഒരു മിക്സിയുടെ ജാറും എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ ഞാൻ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 കപ്പ് മൈദ എടുത്താൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ആ സെയിം സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി 3 കപ്പ് എടുത്തെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം. ആ സെയിം അളവിൽ കപ്പിൽ ഞാനിവിടെ ഗ്ലാസ്സല്ല എടുത്ത ഗ്ലാസ്സിൽ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. 3 കപ്പ് മൈദ എടുത്താൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ദോശയുടെ രീതിയിലായിരിക്കണം, ഒരു ദോശയുടെ കൺസിസ്റ്റൻസി ആയിരിക്കണം. പിന്നെ നമ്മളതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അപ്പക്കാരം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട അടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. പിന്നെ എന്നിട്ട് ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഒരു പാൻ എടുക്കണം. ദോശ ഉണ്ടാക്കുന്ന പാൻ എടുക്കുക. പാൻ എടുത്ത് ചൂടായ ശേഷം നമ്മളതിലേക്ക് ഓരോ സ്പൂൺ ഒഴിച്ച് ദോശയുടെ രീതിയിൽ ചുട്ടെടുക്കണം. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു വിഭവമാണ്. 4 മണിക്ക് സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നു കഴിയുമ്പോൾ അവർക്ക് കൊടുക്കാം. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. അത് നമുക്ക് ഒരു വശം വെന്ത് കഴിയുമ്പം മറിച്ചിടാം. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you.